ഹലോ കൂട്ടുകാരി, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാവിലെ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി വന്നപ്പോഴേക്കും നല്ല തലവേദന. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാത്തത്. അവിടെ എങ്ങനെ, മഴയാണോ? ഇവിടെ മഴയൊക്കെ കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. രാവിലെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ചോറിന് അരിയിടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വാഴക്കായിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ചോറിനരി ഇട്ട് കഴിഞ്ഞ് വന്നിട്ട് തുണി ഉണക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണക്കി. മക്കൾ രണ്ടാളും സൈക്കിളിൻ്റെ പുറകെയാണ്. അതൊക്കെ കഴിഞ്ഞ് പണിക്കാർക്ക് കഞ്ഞിയൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി വിട്ട് കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങി പണിക്കാർക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് വരുമ്പോഴേക്ക് 11 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ പിന്നെ ചോറിനുള്ള കഞ്ഞി കുടിക്കാനല്ലാത്തൊരു സമയമായിപ്പോവും. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒരു 12:30 ആകുമ്പോൾ കഞ്ഞി കുടിക്കും കേട്ടോ. കഞ്ഞിയല്ല, ചോറ്. ഇന്ന് കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഉണക്കമീൻ വറുത്തത് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ എന്താ, അത് കഴിയുമ്പോഴേക്ക് ചോറിനുള്ള ടൈമായി. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞത് അവർക്കുള്ള ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. കുറച്ച് പേര് കപ്പിച്ചോട് നന്നാക്കുകയാണ്. രണ്ടാൾ വളം ഇടുകയാണ് കേട്ടോ. ഏട്ടനും സാനുമാണ് വളം ഇടുന്നത്. വളം കൊണ്ടുവന്നപ്പം പിന്നെ നല്ല കട്ടയായിട്ടുണ്ടായിരുന്നു വളമൊക്കെ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇടിച്ച് പഞ്ചറാക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അത്രയ്ക്ക് നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ വളമൊന്നും കിട്ടാനില്ല എന്ന് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ക്ഷാമമാണ് വളത്തിന്, നല്ല വിലയും കൂടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 ചാക്കിലെ വളമൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് പറമ്പിലേക്ക് കൊണ്ടിടുകയാണ് കേട്ടോ. അപ്പോൾ അളവൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഏട്ടൻ അവിടെ നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാൾക്കും കൂടി ഇടാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പം മുരിങ്ങക്കമ്പൊക്കെ ഒന്ന് വെട്ടിയിട്ടു കേട്ടോ. കാരണം കറണ്ട് കമ്പി മുകളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ വന്ന് വെട്ടിക്കളയും. പിന്നെ ബാക്കി പണിക്കാർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാം വെട്ടിയിട്ടു. പിന്നെ വലിയ പൊക്കത്തിലാണ് കേട്ടോ ഈ മുരിങ്ങ പോകുന്നത്. പിന്നെ മുരിങ്ങയില വൃത്തിയാക്കേണ്ട പാട് അതൊന്നൊന്നര പണിയല്ലേ. ഏട്ടൻ്റെ വേഷം കണ്ടൊന്നും പറയണ്ട കേട്ടോ. ഏട്ടൻ പണി കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ അവർക്കുള്ള പൈസ എടുത്തു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. മുരിങ്ങയില ക്ലീൻ ചെയ്ത് കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ചെയ്തു കേട്ടോ. പിറ്റേന്ന് രാവിലെയാണ് തോരൻ ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 3 പച്ചമുളകും പാകത്തിനുപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ ഒരു ചീനച്ചട്ടി എടുത്തു. അത് ചൂടായപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്തു. അത് കഴിഞ്ഞ് 3-4 ചുവന്നുള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 3/4 വേഗമാകുമ്പോൾ അതിലേക്ക് ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. തേങ്ങയും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുരിങ്ങയില തോരനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ് കേട്ടോ ഇത്. മുരിങ്ങയില ഒന്ന് വൃത്തിയാക്കി എടുക്കാനേ പാടുള്ളൂ, ബാക്കിയെല്ലാം എളുപ്പമാണ്. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.